ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മൾ കളിക്കലും ചിരിക്കലും ഹാപ്പിയും ഒക്കെ ആയിട്ട് ഇരിക്കില്ല. അതിനെ കുറിച്ചുള്ള നിങ്ങളെ കൊച്ചുങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാതെ അറിയില്ലെങ്കിൽ അവരുടെ അടുത്ത് എൻ്റെ വീഡിയോ എടുത്തു. ഈ സെക്കൻഡ് വീഡിയോ നിങ്ങൾ കമൻറ്റ് ബോക്സിലുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ കമൻറ്റ് ബോക്സിലാണുള്ളത്. അപ്പം ഇത് നിങ്ങൾ നോക്കി നോക്കണേ, ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിലോ മലയാളമല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊച്ചുങ്ങളൊക്കെ സ്കൂളിലൊക്കെ വിടുമ്പോൾ ദുബായിൽ നിന്ന് ഇംഗ്ലീഷിലൊക്കെ സ്കൂളിലോട്ട് വിടുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പക്ഷെ ടീച്ചർമാർക്ക് അവരെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ടീച്ചറിന് അവരെ പഠിപ്പിക്കാൻ മാത്രം ഇങ്ങനെ എന്താണ് ഇതൊക്കെ എൻസോസ്റ്ററൊക്കെ അല്ലേ പഠിപ്പിക്കാം. അപ്പം ഞാനും ഇംഗ്ലീഷ് ടീച്ചറാണ്. എൻ്റെ പേരാണ് ഷംന കാസിം. ഞാൻ ഡാൻസ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഡാൻസ് സ്കൂളിൽ ഞാൻ ടീച്ചർ തന്നെ. അപ്പോൾ പിന്നെ ആദ്യത്തെ ശരിക്കത്തെ നെയിമാണ് ശിവാനി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോ ഗസ്. ഇംഗ്ലീഷ് പറയാൻ പോവാന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ പറയില്ലേ, നിങ്ങൾ പറയും എന്താ പേര് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പറയണം വാട്ട്സ് യുവർ നെയിം അങ്ങനെ ചോദിക്കാം. നല്ല നീറ്റിലാക്കിയിട്ട് ചിലവരങ്ങനെ ചോദിക്കും വാട്ട്സ് യുവർ നെയിം, യു നോ ദാറ്റ്. സോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ എത്ര ഓൾഡാണ് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും I'm 6 old. I'm 6 old പറയില്ലേ, അതിൻ്റെ ബാക്കിയുള്ള ഫാങ് സൈഡാണ് ഞാൻ പറയുന്നത്. പിന്നെ അതൊക്കെ ഫിനിഷ് ആവട്ടെ. ഞാൻ ഹാൻഡ് വാഷ് ഇട്ടിട്ട് തരാം. ഹാൻഡ് വാഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു ഇതുണ്ട്. നിങ്ങൾ കൈ എടുക്കാതെ ഫുഡ് കഴിക്കില്ലേ, അത് ബാഡാണ്. നിങ്ങളുടെ കയ്യിൽ അണുക്കളുണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും കേട്ടോ. നല്ല ബാക്ടീരിയസൊക്കെയാണ്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് കാലുമ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നിങ്ങൾ കാല് കഴുകാറില്ല അല്ലേ? പക്ഷെ നമ്മൾ കഴുകണം. കഴുകണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നിങ്ങളെ കാലിൻ്റെ അടിയിലൊക്കെ ബാക്ടീരിയസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ കാലൊക്കെ ഇവിടെ വെച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ബാക്ടീരിയ ഉണ്ടാവും. നിങ്ങൾ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ തുടയ്ക്കുമ്പോൾ ആ ബാക്ടീരിയസൊക്കെ നിങ്ങൾ വായലോട്ടും പോകും. പിന്നെ നിങ്ങളെ കൈ വാഷ് ചെയ്യുന്നത്, നിങ്ങൾ എപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എപ്പോഴും നഖം വെട്ടുകയും ചെയ്യണം. പിന്നെ നിങ്ങൾ കൈ കഴുകുകയും ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈ എങ്ങനെ വാഷ് ചെയ്യാൻ അറിയാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് കഴുകണം. അങ്ങനെ കഴുകിയാലേ നിങ്ങളുടെ കൈ ഡേർട്ടി ആവാതെ നല്ല ഗുഡും ആയിട്ടിരിക്കുള്ളൂ, ബാക്ടീരിയ ഒന്നും ഇല്ലാതെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങളുടെ കയ്യിൽ ഈ ബാക്ടീരിയ ഒക്കെ നിങ്ങളെ വായിലോട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാവാതെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുന്നു.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്ലീസ് നിങ്ങളൊന്ന് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.